ഇത് ഞങ്ങളുടെ അടുത്തുള്ള മലാടെന്ന് പറയുന്ന സ്ഥലത്തെ ഒരു മീൻ മാർക്കറ്റാണ്. അപ്പം ഞങ്ങളുടെ ഈ അടുത്തുള്ള ഈ ലോക്കൽ മീൻ വിൽക്കുന്നവരൊക്കെ ഇവിടെ വന്നാൽ മീൻ വാങ്ങിക്കുന്നത്. ഇത് രാവിലെയും ഉണ്ട് വൈകിട്ടും ഉണ്ട്. രാവിലെ ഒരു 5:30-6 മണി ആകുമ്പോഴേ ഇത് തുടങ്ങും. പിന്നെ ഒരു ഉച്ചയ്ക്കൊരു 1-1:30-2 മണി വരെ കാണും. പിന്നെ അത് ഇടയ്ക്ക് ഇച്ചിരി ചിലർ അടച്ചിടും, ചിലർ കണ്ടിന്യൂ തന്നെ ഇരിക്കും. എന്നിട്ട് വീണ്ടും വൈകിട്ടൊരു 4 മണി തൊട്ട്. ഈ ഇരിക്കുന്ന മീൻ ഏതാണെന്ന് എനിക്കറിയത്തില്ല. നല്ല വിലയുള്ള മീനാണ്. ഇച്ചിരി ചൂരയല്ല, മറ്റേത് ഈ ഒരെണ്ണം. പിന്നെ ഇപ്പോൾ ഒരെണ്ണം കൂടെ എടുത്ത് വെക്കും. ഇതിന് 1300, ഒരെണ്ണത്തിന് 1000 രൂപ പറഞ്ഞത്. ഇതേതാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വില കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല ഏതെങ്കിലും മുള്ളൊക്കെ ഇല്ലാത്ത മീനായിരിക്കും. നെയ്മീൻ ഇത്രയും വിലയുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ടാണ്. അപ്പം ഞങ്ങൾ വാങ്ങിച്ചത് ചൂരയും വാങ്ങിച്ചു. പിന്നെ അവിടെ നിന്ന് മത്തി. ഞങ്ങൾ പോയത് ഒരു 11 മണിയൊക്കെ ആകാറായിട്ടാണ് പോയത്. അപ്പോഴത്തേക്കിന് മിക്ക ആൾക്കാരും പോയി, കുറച്ച് പേരെ ഉള്ളായിരുന്നു. ഇനിയിപ്പോൾ ഇവർ ഈ അടയ്ക്കാറാവുന്ന സമയമായി, ഉച്ച സമയം. അപ്പം നങ്കൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ ഇതുവരെ നങ്കും വാങ്ങിച്ചിട്ടില്ല. പിന്നെ മാന്തേൾ, ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ ഒത്തിരി സമയമെടുക്കും. ഇവിടെയൊക്കെ ഉള്ളവർ കഴിക്കുന്ന ഒരിതാ ബോംബിൽ എന്ന് പറയുന്ന മീൻ. ഇതൊക്കെ കൊച്ച് കൂരിയ, തേടെന്ന് പറയും. അപ്പോൾ അയല 10 എണ്ണം 200 രൂപ അയല. പക്ഷേ മീൻ നല്ല ഫ്രഷായിരുന്നു. പിന്നെ ഞങ്ങൾ മത്തി നോക്കി നടന്നിട്ട് ആരുടെയും കൈ മത്തിയില്ല. പിന്നെ നോക്കി ഇങ്ങ് വന്നോണ്ടേ ഒരാളുടെ കൈ മാത്രം മത്തി ഇരിപ്പുണ്ടായിരുന്നു. അതും ഇച്ചിരി വലിയ മത്തിയായിരുന്നു. പക്ഷേ 25 എണ്ണം 200 രൂപയ്ക്കായിരുന്നു ആ മത്തി വെച്ചത്. അപ്പോൾ ഈ ഇരിക്കുന്ന അയല കുഞ്ഞതാ, അത് 100 രൂപയാണ് ആ ഒരു കൂട്ടത്തിന്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്നത് നമ്മുടെ ആവോലി. മത്തി താണ്ട് ഇവിടെ ഈ ഒരാളുടെ കയ്യിലേ ഉള്ളായിരുന്നു. അപ്പം പുള്ളിക്കാരുടെ അടുത്ത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചുകൊണ്ടേ പറഞ്ഞ് രത്നഗിരിയിൽ നിന്ന് വന്നതാണെന്നാ കൊണ്ട്, അങ്ങനെ അവിടെ നിന്ന് വരുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരാളുടെ കയ്യിലേ ഉള്ളായിരുന്നു. പക്ഷേ നല്ല ഫ്രഷ് മത്തി എന്ന് വെച്ചാൽ നല്ല ഫ്രഷ് നെയ്മത്തിയായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഇത് ഇന്നത്തെ ഒന്നും വീഡിയോ അല്ല, ഒരു 2-3 ആഴ്ച ആയി വീഡിയോ എടുത്തിട്ട്. അപ്പോൾ അന്നത്തെ മീനിൻ്റെ കാര്യമായി പറഞ്ഞത്. അപ്പം ഞങ്ങൾ 2 ചൂര വാങ്ങിച്ചു. അവർ 400 പറഞ്ഞു, 300 രൂപയ്ക്ക് കിട്ടി. പിന്നെ 25 മത്തിയും വാങ്ങിച്ച് 200 രൂപ. അത് നമുക്ക് കാണുമ്പോൾ അറിയാം നല്ല നെയ്മത്തിയാന്ന്. എനിക്ക് മീനിൽ ചൂര ഭയങ്കര ഇഷ്ടമാണ്. ചൂരയുടെ മീനിൽ തല ഉപയോഗിക്കുന്നത് ഞാൻ ചൂരയുടെ തല ഉപയോഗിക്കുന്നത് കൂടുതലും. അതുപോലെ മത്തി, അയല, ഇത് ഇത്രയുമാണ് നമ്മളിവിടെ കൂടുതലും ഇവിടെ നമ്മുടെ വീട്ടിൽ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ പാല് കണ്ടിച്ചിട്ട് ഇന്ന് ഞാൻ എടുക്കുന്നില്ല. അത് ഫ്രീസറിലോട്ടൊന്ന് വെക്കട്ടെ. ഇന്നിപ്പോൾ ഒത്തിരി സമയമായി, അതുകൊണ്ട് ഇതങ്ങ് ഫ്രീസറിൽ വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.